ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞുമൽ ചർച്ചിലാണ്. മഞ്ഞുമൽ അമലോത്ഭവ മത ചർച്ചാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ്. എൻ്റെ വീടിന് മഞ്ഞുമലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. പക്ഷേ ഇത് ഭയങ്കര ഫേമസ്. ഇവിടെ ജസ്റ്റ് മഞ്ഞുമല ആൾക്കാർ മാത്രമല്ല, നമ്മുടെ ലോകത്തല്ല, കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ഉള്ള മിക്ക ആൾക്കാരും ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ തന്നെ ഇവിടുത്തെ ധ്യാന കേന്ദ്രമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ധ്യാന കേന്ദ്രമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തും ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ധ്യാനം ചെയ്യാനും സമാധാനത്തിനും മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട്. ധ്യാനകേന്ദ്രം ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ പള്ളിയും ഭയങ്കര ഫേമസ് ആണ്. ഡിവൈനിറ്റി ഉള്ള പള്ളിയാണ്. ഇവിടെ ആൾക്കാർ ഓരോ നേർച്ചയ്ക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ അങ്ങനെ എല്ലാത്തിനും വരാറുണ്ട്. പിന്നെ വേറെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻ പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഡിസംബർ 1 ഒരു 8 വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ. അതായത് 7, 8 മെയിൻ പെരുന്നാൾ. 7 ഈ പ്രദക്ഷിണം, മതമാതാവിൻ്റെ രൂപം കൊണ്ട് പ്രദക്ഷിണം ആകത്ത് കയറുമ്പോഴാണ് വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്നത്. 8 ഇവിടെ മെയിൻ പരിപാടിയാണ്. 8 ഇവിടെ മെഗാ ഷോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഏതെങ്കിലും സെലിബ്രിറ്റീസൊക്കെ വരും ഇതിനു വേണ്ടി. ഇവിടെ നമുക്കൊരു നിറച്ച ആൾക്കൂട്ടാണ്. ഇവിടെ ജനങ്ങളെ കൊണ്ട് മഞ്ഞുമത്തേലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാകും. അതുകൂടാതെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് ഇത് പെരുന്നാൾ കാണാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു വലിയ ഗ്രൗണ്ടാണ് ശരിക്കും പള്ളിയുടെ മുമ്പിൽ. എന്നാൽ പോലും ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല, അത്രയും ജനക്കൂട്ടാണ് ഇവിടെ. എസ്പെഷ്യലി ലാസ്റ്റ് 2 ദിവസം നമുക്ക് പഴയ നമ്മുടെ ഇവിടെ ഉള്ളവർ പുറത്ത് പോയേക്കണവരൊക്കെ ഈ പെരുന്നാൾ കൂടാൻ വേണ്ടി മാത്രമേ ഇവിടെ വരാറുണ്ട്. തിരിച്ച് ആ ദിവസങ്ങളിൽ വരും. ഇത് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സൊക്കെ റീകണക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നാലും ഇവിടെ ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ പണ്ട് തൊട്ടേ പഠിച്ച ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. എല്ലാവരുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് റിലീഫിനും അതുപോലെ ഉള്ളതാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകുന്നത്. കാരണം ഇവിടെ നിറച്ച ആൾക്കൂട്ടായിരിക്കും. നമുക്ക് അവരുടെ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യും. അതുമാത്രമല്ല ഇത്രയും ആൾക്കാർ, എസ്പെഷ്യലി എക്സ്ട്രോവേർട്സിനൊക്കെ ഇൻട്രോവേർട്സിനൊക്കെ നല്ലതായിരിക്കും. കാരണം ഇത്രയും ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നുള്ള ഒരു മാറ്റം, നമ്മുടെ വർക്ക് പ്രഷർ കുറച്ച് നമുക്കൊരു കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനവും സന്തോഷം കിട്ടാനായിട്ട് വളരെ നല്ലതാണത്. അതുപോലെ നമുക്കൊരു ഹാപ്പിനെസ്, നമുക്ക് മൊത്തത്തിലൊരു മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. കാരണം ഇവിടെ ഇത്ര ആൾക്കൂട്ടവും പിന്നെ ഈ പള്ളിയുടെ ഡിവൈനിറ്റിയും നമ്മുടെ ഫ്രണ്ട്സായിട്ട് റീക്കാട്ടി എല്ലാം കൂടെ കൊടുക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുവഴി ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണ്. പിന്നെ ഇവിടെ നിറച്ച് വളക്കച്ചവടക്കാരായിരിക്കും. നമുക്ക് വീട്ടുപണി, പിന്നെ വേറെ ഫുഡ് ഐറ്റംസ്, വേറെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വില കുറച്ച് കിട്ടും. സ്റ്റേഷനറി ഐറ്റംസ്. ഈ വളക്കടക്കാരൊക്കെ 1 തൊട്ട് 8 കഴിഞ്ഞും ഉണ്ടാവും. ഒരു 15 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്, ഈ പള്ളി ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നൈസായിട്ടാണ്. നല്ല ലൈറ്റ്സൊക്കെ വെച്ച് പുറത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നല്ലതാണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇവിടെ ടെൻഡ് ചെയ്ത് നടക്കാനൊക്കെ നൈസാണ്. ഞാനിവിടെ പോകും. ഒരു 6, 7, 8 3 ദിവസം ഞാൻ പോയായിരുന്നു ഇവിടെ. 6, 7, 8 ഞാൻ പോയിരുന്നത്. ചുമ്മാ നമ്മൾ ടെൻഡ് ചെയ്തിട്ട് നടക്കാൻ, രാത്രി വരെയൊക്കെ നടക്കാൻ. രാത്രി 11 മണിവരെയൊക്കെ ആൾക്കാരുണ്ടാവും. നല്ല ഇതാണ്, നല്ല ആൾക്കൂട്ടാണ്, നല്ല നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വർഷം ഒന്ന് വരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ജാതി മത ഭേദം തന്നെയാണ് ആൾക്കാർ വരുന്നത്. ഇന്ന ജാതിപ്പെട്ടവർ, അല്ലെങ്കിൽ ഇന്ന റേസ്, ഇന്ന കാസ്റ്റ്, ഇന്ന സെക്സ്, അങ്ങനെ ഇന്നതൊന്നുമില്ല. എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഇവിടെ വരും. എല്ലാവരും ഒരുമിച്ച് പള്ളിപ്പെട്ടാണ് കൂടും, എൻജോയ് ചെയ്യും, സന്തോഷിക്കും, പോകും. നല്ല ഇതാണ്, നല്ല സെറ്റപ്പാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ട് ഈ 3 ദിവസം എനിക്ക് അത്യാവശ്യം സ്ട്രെസ്സും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട്സായിട്ട് പോലത്തേക്ക് എനിക്കത് നന്നായിട്ട് കുറഞ്ഞു. കാരണം നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചില്ല ഔട്ട് ചെയ്തു. അതുപോലെ ഇത്രയും ആൾക്കൂട്ടത്തെയും കണ്ട് ആ ഡിവൈനിറ്റിയും പോസിറ്റിവിറ്റിയൊക്കെ ഇതറിഞ്ഞ് പിന്നെ മൊത്തം ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. നമുക്ക് ഫുൾ ആൾക്കാർ നല്ല ഹാപ്പി ഫേസ് കാണാം. എല്ലാവരും ഫ്രണ്ട്സായിട്ട്, അവരുടെ റിലേറ്റീവ്സായിട്ട്, ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് എല്ലാം നല്ല ഹാപ്പി ഫേസസ് കാണാൻ നമുക്ക്. അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയും. നമുക്കും പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സായിട്ടും അവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് സ്ട്രെസ്സൊക്കെ കുറയാൻ സഹായിച്ചു ഈ പെരുന്നാൾ അറ്റൻഡ് ചെയ്തതോടെ.